നിർത്താൻ നിങ്ങൾ തയ്യാറുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ശരി നിർത്താം, ഈ ഇരിക്കുന്ന അങ്ങ് തീരട്ടെ എന്നിട്ട് നിർത്താന്നല്ല പറഞ്ഞത്, ഈ കുടിച്ചതങ്ങ് തീരട്ടെ എന്നിട്ട് നിർത്താന്നല്ല പറഞ്ഞത്. ശരി ദേ വിധി വരുന്നു. സാധാരണ ഉണ്ടല്ലോ നോമ്പിന്റെ അത്താഴം കഴിക്കുമ്പോൾ ബാങ്കിന്റെ സമയം വരെ ഇങ്ങനെ കാത്തിരിക്കുക, എന്നിട്ട് ഇങ്ങനെ കഴിക്കുക, ബാങ്ക് കൊടുക്കാൻ നേരത്ത് പെട്ടെന്ന് ഒരു ഗ്ലാസ് വെള്ളം കുടിക്കുക, എന്നിട്ട് അങ്ങ് വെക്കുക, എന്നിട്ട് നോമ്പ് കുടിക്കുക. ഇങ്ങനെയൊക്കെയുള്ള ചില കുതന്ത്രങ്ങളുണ്ടല്ലോ. ഇങ്ങനെ അവര് ഈ ആയത്തങ്ങ് കേട്ടപ്പോഴേക്ക് ശരി ഇതുകൂടെ അങ്ങ് കുടിച്ചു തീർത്തേക്കാമെന്നല്ല കരുതിയത്. ഹല്ലന്തും നിർത്തുന്നുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ വായില് കള്ളിരുന്നവര് പെട്ടെന്ന് പുറത്തേക്ക് തുപ്പിക്കളഞ്ഞു മക്കളെ. ഉള്ളിലേക്ക് കള്ളുപോയവര് ഉള്ളിലേക്ക് വിരലിട്ടിട്ട് ഛർദിച്ചു കളഞ്ഞു മക്കളെ. കള്ളിന്റെ പാത്രങ്ങൾ മുന്നിലിരുന്നത് അടിച്ചടച്ചു മക്കളെ. എന്നിട്ട് കള്ളിന്റെ പുഴ ഒഴുക്കി മക്കളെ. എന്നിട്ടതാ ഇന്തഹൈനായ റസൂലല്ലാഹ് നിർത്തി നബിയേ എന്ന് പറഞ്ഞ് അന്നോടിപ്പോയ പ്രിയപ്പെട്ട സഹാബാക്കളുടെ അനുയായികളെ, ഇന്നെന്താണ് നിർത്താൻ പറ്റാത്തത്? ഇന്നെന്താണ് കള്ള് ഷാപ്പിൽ നിന്ന് ഇറങ്ങാൻ പറ്റാത്തത്? ഇന്നെന്താണ് ബാർ ഹോട്ടലിൽ നിന്ന് ഇറങ്ങാൻ പറ്റാത്തത്? ഇന്നെന്താണ് ഗൾഫിൽ നിന്ന് വരുമ്പോൾ ഒരു കുപ്പി കൂടി കരുതുന്നത്? ഇന്നെന്താണ് ഫ്ലൈറ്റിൽ പോകുമ്പോൾ കിട്ടുന്നത് രുചിച്ചു നോക്കുന്നത്? അന്ന് നിർത്തി നബിയെ എന്ന് പറഞ്ഞ റസൂലുള്ളാഹിന്റെ ഉമ്മത്തികൾക്ക് എങ്ങനെയാ മോനെ കഞ്ചാവ് വലിക്കാൻ കഴിയുന്നത്? കേരളത്തിലെ ഏറ്റവും അധികം മയക്കുമരുന്ന് കച്ചവടം നിൽക്കുന്ന 2 ജില്ലകളിൽ ഒരു ജില്ലയാണ് മലപ്പുറം ജില്ല. എന്തുകൊണ്ട് ഇങ്ങനെ ആയിപ്പോയി പൊന്നുമോനെ? എന്തുകൊണ്ടാണ് പാൻപരാഗകാരൻ മലപ്പുറം ജില്ലയിൽ നിന്ന് കോടികൾ ഉണ്ടാക്കുന്നത്? എന്തുകൊണ്ടാ പൊന്നുമോനെ? സ്കൂളിലെ 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി പോലും കള്ളിനടിമപ്പെട്ട് വിനീതനായ ഞാൻ പരിശുദ്ധ ഹജ്ജിന് പോയപ്പോൾ ഹറം ഷരീഫിൽ നിൽക്കുമ്പോൾ എനിക്കൊരു ഫോൺ വരികയാ. സൗദി അറേബ്യയിലെ ഒരു ഉൾഗ്രാമത്തിൽ നിന്ന് എന്റെ പ്രിയപ്പെട്ട ഉസ്താദേ തിരൂരുകാരനാജാന്, എന്റെ പൊന്നുമോന് സ്കൂളിലെ SSLC 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന മോനാ. അവൻ കൂട്ടുകാരുടെ കൂടെ കൂടി മദ്യപാനിയായി പോയി ഉസ്താദേ. എനിക്ക് ഇട്ടിട്ട് വരാൻ പറ്റുന്നില്ല, പുറത്തിറഞ്ഞ് പെൺകുട്ടികളുണ്ട്. അവനെ ഇങ്ങോട്ട് വിളിപ്പിക്കാമെന്ന് വെച്ചാൽ പ്രായമായിട്ടില്ല, പറ്റില്ല. അവനാണെങ്കിലോ കൂട്ടുകാരെ കൂടെ കൂടി മദ്യപാനിയായിരിക്കുന്ന എത്ര പൊന്നുമക്കളാ മദ്യത്തിന് അടിമപ്പെട്ടിരിക്കുന്നത്? എത്ര പ്രിയപ്പെട്ട മക്കളാ പാൻപരാഗിന് അടിമപ്പെട്ടിരിക്കുന്നത്? എത്ര പേരാ മയക്ക് സൂചി കുത്തിക്കയറ്റുന്നത്? ഇതൊക്കെ പറയാതെ, ഇതൊക്കെ ഓർക്കാതെ, ഇതിനെതിരെ വിപ്ലവത്തിന്റെ പടഹധ്വനി മുഴക്കാതെ, ഇതിനെതിരെ വിചാര വിപ്ലവം സൃഷ്ടിക്കാതെ എങ്ങനെയാ ഒരു സത്യവിശ്വാസിക്ക് മലപ്പുറത്ത് ജീവിക്കാൻ കഴിയുക? എത്ര പ്രിയപ്പെട്ട പെൺകുട്ടികളാ മലപ്പുറത്ത് മറ്റുള്ളവരോടൊപ്പം ഒളിച്ചു പോയിക്കൊണ്ടിരിക്കുന്നത്? എന്താ ഇതൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്? എന്താ അവർക്ക് ഹല്ലന്തും മുന്തഹൂന്ന് കേട്ടപ്പോൾ മുസ്ലിം എന്ന പദം, ഇസ്ലാം എന്ന പദം അവരുടെ ഹൃദയാന്തരാളങ്ങളിൽ വിചാര വിപ്ലവത്തിന്റെ വേലിയേറ്റം സൃഷ്ടിച്ചു, മാറ്റത്തിന്റെ പരിവർത്തനത്തിന്റെ പടപ്പാട്ട് സൃഷ്ടിച്ചു. നമുക്കോ മുസ്ലിം എന്ന പദം നമ്മളിലൊരു മാറ്റവും വരുത്തുന്നില്ല. എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരാലോചിക്കണം. ഔറത്ത് മറയ്ക്കാനുള്ള ആയത്തിറങ്ങിയപ്പോൾ അൻസാരി സ്ത്രീയുടെ വീട്ടിലിരിക്കുകയാ നിരവധി സഹാബി വനിതകൾ. അപ്പോഴവർ ഔറത്ത് മറയ്ക്കാനുള്ള ആയത്തിറങ്ങിയിട്ടില്ല. അതുകൊണ്ട് തന്നെ അവരിൽ പലരും അർദ്ധനഗ്നരാണ്. ചിലരൊക്കെ 1/4 ഭാഗം നഗ്നതയിലാ ഉള്ളത്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ആയത്തിറങ്ങുന്നത്. ആയത്തങ്ങിറങ്ങിയപ്പോൾ ശരി, നമുക്ക് മാർക്കറ്റിലേക്ക് പോയി നന്നായിട്ട് മാച്ച് ചെയ്യുന്ന സാരി വാങ്ങിയിട്ട് ഉടുത്ത് ശരീരം മറയ്ക്കാം എന്നവർ ചിന്തിച്ചില്ല. നമുക്ക് അങ്ങോട്ട് പോയി പൊന്നാനി ടൗണിലേക്ക് പോയിട്ട് നല്ല ചുരിദാർ വാങ്ങിയിട്ടിടാം എന്നല്ല ചിന്തിച്ചത്. പിന്നെ എന്താ ചിന്തിച്ചേ? ആയത്തങ്ങിറങ്ങി, ഞാൻ ഓർക്കുന്നില്ല, എതിരിപ്പിനാന്ന് തുടങ്ങുന്ന ആയത്തങ്ങിറങ്ങിയതും പെട്ടെന്ന് അവരെന്താ ചെയ്തത്? പുതപ്പുകൾ, ആ റൂമിലിരുന്ന പുതപ്പ് വലിച്ചു കീറി, അവിടെ ഇരുന്ന തലേണയുടെ കവിയനതിന്റെ ഉറ വലിച്ചു കീറി, എന്നിട്ട് ശരീരം പെട്ടെന്ന് മറച്ചു. ആയത്ത ഇറങ്ങിയത് അറിഞ്ഞപ്പോഴേ ഔറത്ത് മറച്ചു. ഇസ്ലാം അവരിലുണ്ടാക്കിയ മാറ്റം അതാണ്. ഇസ്ലാം അവരിലുണ്ടാക്കിയ പരിവർത്തനം അതാണ്. ഖൻസാ റളിയല്ലാഹു അൻഹാ, എന്റെ ശബ്ദം കേൾക്കുന്ന പ്രിയപ്പെട്ട ഉമ്മമാരും പെങ്ങന്മാരും സഹോദരിമാരും ഗൗരവത്തോടെ ആലോചിക്കണം. ഖൻസാ റളിയല്ലാഹു തആല അൻഹാ ഇസ്ലാമിൽ വരുന്നതിന് മുമ്പ് അവരുടെ ആങ്ങളമാര് 2 പേര് മരിച്ചു. ഒരാളുടെ പേര് മുആവിയ, മറ്റേ പേര് ഞാൻ ഓർക്കുന്നില്ല. 2 പേരും മരിച്ചു. മരിച്ച ഈ ആങ്ങളമാരുടെ പേരിൽ കവിയത്രിയായ സാഹിത്യകാരിയായ അവർ മരിച്ചവരെ പറ്റി ഇങ്ങനെ കവിത എഴുതിക്കൊണ്ടിരിക്കും. മരിച്ച ആങ്ങളമാരെ പറ്റി ഓർത്ത് കരഞ്ഞോണ്ടേയിരിക്കും. എവിടെങ്കിലും ഒരു മരണം ഉണ്ടായി എന്ന് പെട്ടാൽ ആ മരണത്തെ പറ്റിയല്ല, അപ്പൊ അവരവരുടെ ആങ്ങളമാരുടെ പേര് പറഞ്ഞ് കരയാൻ തുടങ്ങും. എന്റെ 2 സഹോദരന്മാരെനിക്ക് നഷ്ടപ്പെട്ടല്ലോ, എന്റെ ജീവിതം വിഫലമായി പോയല്ലോ, എന്റെ ജീവിതം അർത്ഥമില്ലാത്തതായി പോയല്ലോ, ഞാൻ ഇങ്ങനെ ഒരാളായി പോയല്ലോ, ഭാഗ്യഹീനയായി പോയല്ലോ എന്നൊക്കെ പറഞ്ഞ് കവിത എഴുതുന്ന
കരയുന്ന തന്റെ ആങ്ങളമാരുടെ മരണത്തിന്റെ പേരിൽ വിലപിക്കുന്ന വേദനിക്കുന്ന ഹൻസ എന്ന സ്ത്രീ അവർ മുസ്ലിമായി കഴിഞ്ഞപ്പോൾ അവരിലുണ്ടായ മാറ്റം എന്താ? തന്റെ ആങ്ങളമാരുടെ മരണം താങ്ങാനാവാത്ത ഹൻസ എന്ന പ്രിയപ്പെട്ട ഉമ്മ ഖാദിസിയ യുദ്ധം കൊടുമ്പിരിക്കൊണ്ടുകൊണ്ടിരിക്കുമ്പോൾ യുദ്ധം മൂർധന്യാവസ്ഥയിലേക്ക് എത്താൻ പോകുന്ന ഘട്ടത്തിൽ തന്റെ 4 ആൺമക്കളെ വിളിച്ചു മുന്നിൽ നിർത്തി. എന്നിട്ട് തന്റെ പ്രിയപ്പെട്ട മക്കളോട് പറഞ്ഞു, പൊന്നുമക്കളെ, ഞാൻ ഒരിക്കലും നിങ്ങളുടെ പ്രിയപ്പെട്ട പിതാവിനെ വഞ്ചിച്ചിട്ടില്ല മക്കളെ. നിങ്ങളാരും ഒരിക്കലും വ്യഭിചാരത്തിലുണ്ടായ കുട്ടികളല്ല മക്കളെ. നിങ്ങൾ ആരെയാണോ ഉപ്പ എന്ന് വിളിക്കുന്നത് ആ ഉപ്പാടെ പ്രിയപ്പെട്ട മക്കളാണ് നിങ്ങൾ. ഒരിക്കലും ഒരു അന്യപുരുഷൻ എന്റെ ശരീരത്തെ സ്പർശിച്ചിട്ടില്ല മക്കളെ. അങ്ങനത്തെ എന്റെ പ്രിയപ്പെട്ട മക്കളെ, നിങ്ങളുടെ പ്രിയപ്പെട്ട ഉമ്മ നിങ്ങളോട് പറയുകയാ, യുദ്ധം കൊടുമ്പിരിക്കൊള്ളുകയാണ്, യുദ്ധം കൊടുമ്പിരിക്കൊള്ളുകയാണ്. യുദ്ധം ഇതിനേക്കാളും മൂർധന്യമായ അവസ്ഥയിലേക്ക് എത്തിയാൽ മുസ്ലിം പടയാളികൾക്ക് ആളുകളുടെയും ആയുധത്തിന്റെയും ആവശ്യം വരുന്ന ഘട്ടമെത്തിയാൽ നിങ്ങൾ 4 പേരും രണാങ്കണത്തിലേക്ക് ഇറങ്ങണം മക്കളെ. ജയിച്ച് നിങ്ങൾക്ക് തിരിച്ചു വരാൻ കഴിയുന്നെങ്കിൽ എനിക്ക് അഭിമാനമുണ്ട്. അതല്ലെങ്കിൽ നിങ്ങൾ തോറ്റു വന്നു എന്ന് നിങ്ങളുടെ ഉമ്മ കേൾക്കേണ്ടി വരരുത്. ആ രണാങ്കണത്തിൽ വെച്ച് പടവെട്ടി ഷഹീദാകണം മക്കളെ എന്ന് തന്റെ പ്രിയപ്പെട്ട മക്കളോട് പറഞ്ഞ് ആ മക്കളെ രണാങ്കണത്തിലേക്ക് പറഞ്ഞു വിട്ട് ആ 4 മക്കളും രണാങ്കണത്തിൽ അസത്യത്തിന്റെ, അധർമ്മത്തിന്റെ, അനീതിയുടെ വക്താക്കളോട് പടപൊരുതി ആ 4 മക്കളും ധീരരക്തസാക്ഷിത്വം വരിച്ച് ആ ധീരരക്തസാക്ഷിത്വത്തിന്റെ സംഭവം തങ്ങളുടെ മുന്നിൽ വന്ന്, തന്റെ മുന്നിൽ വന്ന് പറയുമ്പോൾ അൽഹംദുലില്ലാഹില്ലദീ ശറഫനീ ബിഖത്ലിഹിം, അവർ കൊല ചെയ്യപ്പെടൽ കൊണ്ട്, അവർ ഷഹീദാകൽ കൊണ്ട് എന്നെ ആദരിച്ച എന്റെ റബ്ബിനെ ഞാൻ സ്തുതിക്കുന്നു എന്ന് പറഞ്ഞ ഹൻസ റളിയല്ലാഹു അൻഹയിലെ ഇസ്ലാം ഉണ്ടാക്കിയ മാറ്റം എത്ര വലുതാണ്! എന്താണ് എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, എന്താണ് പൊന്നാനിയിലെ പെങ്ങളെ, എന്താണ് കുറ്റിപ്പുറത്തെ പെങ്ങളെ, എന്താണ് ഈ പ്രദേശത്തെ എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ, എന്റെ പ്രിയപ്പെട്ട പെങ്ങന്മാരെ, ഇസ്ലാം എന്തുകൊണ്ടാ നിങ്ങളിൽ മാറ്റമുണ്ടാക്കാത്തത്? എന്തുകൊണ്ടാ നിങ്ങളുടെ പ്രഭാതങ്ങൾ നമസ്കാരം കൊണ്ട് തുടങ്ങാത്തത്? എന്തുകൊണ്ടാ നിങ്ങൾ അള്ളാഹുവുമായിട്ട് അടുക്കാത്തത്? എന്താണ് നിങ്ങളുടെ കൽബിൽ അള്ളാഹുവിനോട് സ്നേഹമില്ലാത്തത്? എന്താണ് നിങ്ങളുടെ നമസ്കാരങ്ങൾ അള്ളാഹുവിനെ ഓർക്കുന്നതാകാത്തത്? എന്തുകൊണ്ടാണ് ഔറത്ത് മറയ്ക്കുന്ന കാര്യത്തിൽ പിന്നിലാകുന്നത്? എന്തുകൊണ്ടാണ് അന്യപുരുഷന്മാരെ കാണുന്നതിനെ തൊട്ട് സൂക്ഷിക്കാതിരിക്കുന്നത്? എന്തുകൊണ്ടാണ് വ്യഭിചാരത്തോട് തുല്യമായി പോകുന്ന അവസ്ഥയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്? ഈ ദുരവസ്ഥയ്ക്ക് മാറ്റം വരണം. ഇസ്ലാം നമ്മളിൽ മാറ്റമുണ്ടാക്കണം. മുസ്ലിം എന്നത് നമ്മളിൽ മാറ്റമുണ്ടാക്കണം. ഒരാൾ യഥാർത്ഥ മുസ്ലിമായിട്ട് ജീവിച്ചാൽ അയലത്ത് വീട്ടിലെ ഹിന്ദുവിന് അതുകൊണ്ട് ഒരു വിഷമവും ഉണ്ടാവില്ല, അവന് സന്തോഷമേ ഉണ്ടാവുകയുള്ളൂ. അയലത്ത് വീട്ടിലെ ക്രിസ്ത്യാനിക്ക് അതുകൊണ്ട് ഒരു വിഷമവും ഉണ്ടാവില്ല, അവന് സന്തോഷമേ ഉണ്ടാവുള്ളൂ. അല്ലാഹുവിന്റെ റസൂൽ വലൈസൽ മുഅ്മിനുൽ ലദീ യശ്ബഉ വജാറുഹു ജായിഉൻ ഇലാ ജംബിഹി എന്ന് പറഞ്ഞപ്പോൾ അയലത്തുകാരൻ വിശന്നവനായിട്ട് കഴിയുമ്പോൾ ഇപ്പുറത്തിരുന്ന് വയറ് നിറച്ച് ഭക്ഷണം കഴിക്കുന്നവൻ വിശ്വാസിയാവുകയില്ല എന്ന് പറഞ്ഞപ്പോൾ അയലത്ത് വീട്ടിലെ മുഹമ്മദോ ഇബ്രാഹിമോ വിശക്കുന്നു എന്ന് പറഞ്ഞില്ല. അയലത്ത് വീട്ടിൽ താമസിക്കുന്ന ഏതൊരു മനുഷ്യനായാലും വേണ്ടില്ല, അവൻ മുസ്ലിമാകട്ടെ, ഹിന്ദുവാകട്ടെ, ക്രിസ്ത്യാനിയാകട്ടെ, സിഖുകാരനാകട്ടെ, ജൈനമതസ്ഥനാകട്ടെ, പാഴ്സിയാകട്ടെ, മതമുള്ളവനാകട്ടെ, മതമില്ലാത്തവനാകട്ടെ, അയലത്ത് വീട്ടിൽ വിശന്നൊട്ടിയ വയറുമായിട്ടൊരു പാവപ്പെട്ടവൻ കഴിയുമ്പോൾ ഇപ്പുറത്തിരുന്ന് മൃഷ്ടാന്ന ഭോജനം നടത്തുന്നവനെ, നീ മുഅ്മിനല്ല, നീ വിശ്വാസിയല്ല, നീ എന്റെ സമുദായത്തിൽ പെട്ടവനല്ലെന്ന് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞെങ്കിൽ കൊട്ടാരം കെട്ടി ആകാശം മുട്ട ഉയർന്നു നിന്ന് അമ്പിളി അമ്മാമനോട് തൊട്ടുരുമ്മി നിന്നുകൊണ്ട് മുത്തം കൊടുത്തുകൊണ്ട് അടക്കം പറയുന്ന ബഹുനില മന്ദിരങ്ങൾ കെട്ടിയുണ്ടാക്കിയിട്ട്, ആ മാർബിൾ സൗധങ്ങൾ കെട്ടിയുണ്ടാക്കിയിട്ട്, AC റൂമെന്ന് പുറത്തിറങ്ങാതെ വലിയ കൊട്ടാരങ്ങളിൽ കഴിയുന്ന തമ്പുരാക്കന്മാരെ, നിന്റെ അയലത്ത് വീട്ടിലെ പാവപ്പെട്ടവൻ ചെറ്റക്കൂരയിൽ കഴിയുന്നവനുണ്ടല്ലോ, ഒരു നേരത്തെ ഭക്ഷണം കഴിക്കാനില്ലാത്ത പാവപ്പെട്ടവനുണ്ടല്ലോ, ആ പാവപ്പെട്ടവന്റെ ചെന്ന് കിടക്കുമ്പോൾ നീ ആകാശം മുട്ട കെട്ടിയുണ്ടാക്കിയ കൊട്ടാരത്തിൽ ഇരുന്ന് വയർ നിറയെ ഭക്ഷണം കഴിച്ചാൽ നീ മുഅ്മിനാവുകയില്ലെന്ന് പഠിപ്പിച്ചത് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ് മക്കളെ. മൈക്കിനെന്തോ പറ്റിയോ? ഏതോ കണക്ഷൻ പോയാ? പീസായോ, എരിഞ്ഞു പോയോ, സൗണ്ട് കൂടിയോണ്ടാന്നോ? ശരിയാക്കുക വെള്ളം ഇങ്ങോട്ട്